2024 ഓണസദ്യ അടിപൊളി എന്ന് മകൻ വിനീതും മോണാർക്കും. അപ്പോൾ കൊച്ചിയിൽ നിന്ന് വന്നതാണ് എൻ്റെ മകളും അവളുടെ ഭർത്താവാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ പറയണ ഇത് ഏത് കാറ്ററിംഗ് എന്നാണ് ഫുഡ് വാങ്ങിച്ചത്, ഞങ്ങൾക്കത് മേടിക്കാം ഇനി അടുത്ത വർഷം. അപ്പം മമ്മി പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, എന്താ സംശയം ഉണ്ടോ, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതേ കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വീഡിയോ പിടിച്ച് വെച്ചേക്കണം, കാരണം ഇവർക്കൊക്കെ ഒരു സംശയമാണ് ഇതൊക്കെ മമ്മി എന്നെ ഉണ്ടാക്കിയതാണോ എന്ന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വെച്ചു. കണ്ടില്ലേ, ഇതാണ് സാമ്പാർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുക്കറിലിട്ട് പരിപ്പ് വയ്ക്കണ്, നാളികേരം, അതൊക്കെ നല്ല നാടൻ തേങ്ങ നമ്മളുടെ തോട്ടത്തിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളം കണ്ട, വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്ത് കിടന്ന് ഉണങ്ങി വീണ നാളികേരമായതുകൊണ്ട് ഭയങ്കര മധുരമായിരിക്കും. അപ്പോൾ ഇന്ന് സേമിയ പായസം, ഇത് പെട്ടെന്നാണ് ഇങ്ങനെ തീരുമാനം ഉണ്ടായത് നമുക്കിവിടെ വീട്ടിൽ ഓണം ആഘോഷിക്കാമെന്ന്. അപ്പോൾ സേമിയ പായസമാണ്. മറ്റേ പാലട പ്രഥമൻ ഉണ്ടാക്കാനാണ് ഇഷ്ടമാകുന്നത്. പക്ഷേ പാലൊക്കെ ഫ്രഷ് കിട്ടാൻ ബുദ്ധിമുട്ടായി. കാരണം തലേദിവസമാണ് നമ്മൾ ഇത് വിചാരിച്ച് ഇങ്ങനെ ഒരു സദ്യ നടത്താമെന്ന്, ഓണസദ്യ. അപ്പോൾ ഓണസദ്യ എല്ലാവരും സാധാരണ ഇന്ന് ഹോട്ടലുകാരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ കാറ്ററിംഗുകാരെ ഏൽപ്പിക്കും. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് 2 ഭക്ഷണം ഉണ്ടാക്കണ പൈസ ഉണ്ടെങ്കിലേ ഒരു 400 രൂപ, 350 രൂപ 400 രൂപയാണ് ഹോട്ടലിൽ ഒരു ഊണിന്. അപ്പോൾ 2 ഊണിന് 800 രൂപയായി. ഈ കാശുണ്ടെങ്കിൽ നമുക്കൊരു 10 ആൾക്കുള്ള ഭക്ഷണം വീട്ടിൽ അവർ 10 തരം തരുന്നുണ്ടെങ്കിൽ ഇവിടെ 16 തരം ഉണ്ടാക്കുന്നത്, 16 തരം. അപ്പം നമ്മളൊക്കെ ഒന്ന് വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ 4 ആളും കൂടി ഒന്ന് സഹകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് ഇത് ഉണ്ടാക്കാം. അത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെയുള്ള ഭക്ഷണങ്ങളല്ല, ഫ്രഷ് സാധനങ്ങൾ കൊണ്ടുള്ള ഓണസദ്യയാണിത്. ഇപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ വറുത്ത കായ, ശർക്കരപ്പേരി മാത്രം പണം കൊടുത്ത് വാങ്ങിച്ചു, ബാക്കിയുള്ളതൊക്കെ നമ്മളുടെ സ്വന്തമാണ്. ഇത് നമ്മളെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടോ പലതരം മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, അങ്ങനെ പല ഐറ്റംസ് ഇട്ടിട്ട് കണ്ടല്ലേ. അപ്പം ഇതൊക്കെ ഇതാണ് അവിയലിനുള്ള സാധനമാണ്. ആവിയിലാണ് വേവിക്കുന്നത്, സ്റ്റീം. അപ്പം നമ്മളുടെ കയറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലത്തെ തീരെ ചൂട് പോലും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് അവിയലിൻ്റെ ഐറ്റംസാണ്. ക്യാരറ്റ് ഉണ്ട്, മുരിങ്ങയുണ്ട്, പച്ചക്കായ ഉണ്ട്, പല ഐറ്റംസും ഉണ്ട് കണ്ടില്ലേ. അപ്പോൾ 2-3 അടുപ്പിൽ ഒരുമിച്ചിട്ടാക്കണം. ഇത് ഇഞ്ചമ്പുളി ഉണ്ടാക്കാനുള്ള ഇഞ്ചി, പച്ചമുളക് സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്യാണ്. വേപ്പിലൊക്കെ ഇത് പൊട്ടിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഓണസദ്യ, അതാണ് ഒരു രസം. പണ്ട് കാലത്തൊക്കെ എല്ലാവരും വീടുകളിലാണ് ഓണസദ്യ. ഇന്നിപ്പോൾ ഹോട്ടലിൽ പോവും, 350-400 ഒരു ഭക്ഷണം. കാറ്ററിംഗുകാരുടെ കയ്യിൽ അത് 250 രൂപ കിട്ടും കാറ്ററിങ്ങിൽ. അപ്പോൾ കാറ്ററിംഗുകാർക്ക് 250 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ. അപ്പോൾ ഇഞ്ചമ്പുളിയൊക്കെ നമ്മൾ മൺചട്ടിയിലാണ് കൂടുതൽ സാധനങ്ങൾ. അപ്പോൾ ഇല വെട്ടാൻ പോകുന്നു ഞാൻ. ഇനി എന്താ അവിടെ നടക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു 5-6 ഇലയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സദ്യ കഴിക്കുമ്പോൾ ഇലയിൽ കഴിച്ചാലാണ് അതിൻ്റെ ഒരു രുചി, അതിൻ്റെ മണം, അതിൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട്. പപ്പായ പഴുത്തിട്ടില്ല. അപ്പോൾ എസ്റ്റലിന് പായസം കുടിക്കാനായിട്ട് ഒരു സ്ട്രോ വേണം. അപ്പോൾ ഈ പപ്പായ തണ്ട് എടുത്താണെങ്കിൽ നമുക്ക് സ്ട്രോ ആക്കാം കണ്ടോ. അപ്പോൾ ഇതൊക്കെ നാച്ചുറലാണ്. അപ്പോൾ ഇത് ആണ് എൻ്റെ മകളും ഭർത്താവും കൊച്ചു പേരക്കുട്ടിയും. എസ്റ്റൽ എന്ന് പറയുന്നത് ഇതാണ് ആൾ കണ്ടോ. അവൾക്ക് തന്നെ സപ്ലൈ ചെയ്യാനായിട്ട് ഒരാൾ നിൽക്കണം, അതിന് അമ്മാമ ഓരോ ഐറ്റംസ് എടുത്ത് കൊടുക്കാനായിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് 2024 ഓണം കെങ്കേമമായിട്ട് ഞങ്ങൾ കൊണ്ടാടി. അപ്പോൾ എല്ലാവരും വീടുകളിൽ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഓണസദ്യ ഉണ്ടാക്കുക, കഴിക്കുക. അപ്പം നമുക്ക് ആ ഓണസദ്യക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംഭാഷണം